ഈശോയിൽ പ്രിയമുള്ളവരെ, അച്ഛാ ഞങ്ങളുടെ കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. നാളെ പരീക്ഷയാണ്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു ജോലി കാര്യത്തിന് വേണ്ടി പോകുന്നു. നല്ലൊരു വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പോട്ട ആശ്രമത്തിലും ഞങ്ങൾ വിവിധ ഇടങ്ങളിലെ ധ്യാന ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും പ്രിയമുള്ളവരെ, അനവധി മാതാപിതാക്കൾ ഞങ്ങളുടെ പക്കൽ വന്ന് ചോദിക്കുന്ന ഒരു നിയോഗമാണ്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേക വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44:3. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അവരെ പഠിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു അഭിഷേക വചനം. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. നമ്മുടെ മക്കൾ ഭവനങ്ങളിൽ, വിദൂരങ്ങളിൽ, വിവിധ ഇടങ്ങളിലെ പഠനത്തിലും ജോലിയിലുമായിരിക്കുന്ന നമ്മുടെ മക്കളെ, യുവജനങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പന്തക്കൊസ്തിക്ക് ഒരുങ്ങുമ്പോൾ ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകത്താൽ നിറയപ്പെടുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ നമ്മുടെ എല്ലാ മക്കളിലും ഉണ്ടാകട്ടെ. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും ഒരനുഗ്രഹമായിട്ട് മാറുവാൻ ഈ വചനം നമുക്ക് ഏറ്റുപറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വചന മക്കളെ പഠിപ്പിക്കണം. ഒപ്പം നമ്മളും ഈ 50 ദിനങ്ങളിൽ വചനം ഓരോ ദിവസവും ഓരോ വചനം പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മക്കളെയും, കൊച്ചു കുഞ്ഞുങ്ങളെയും, യുവജനങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച്, കർത്താവേ, നിന്റെ സന്തതികളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കുമെന്ന വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നയിക്കണമേ. എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും